നമ്മുടെ ഗ്രൂപ്പ് 13 എലമെൻസിൻ്റെ ലാസ്റ്റ് പാർട്ട് അതേപോലെ നമ്മുടെ വീഡിയോ 5-ാമത്തെ പാർട്ട് എത്തിയിട്ടുണ്ട് അല്ലേ. എന്ന് വെച്ചാൽ നമ്മുടെ ചാപ്റ്ററിൻ്റെ പകുതി ഈ ഒരു പാർട്ടോട് കൂടെ കംപ്ലീറ്റ് ആവും, ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ്. അപ്പം നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് ബോറോൺ പറഞ്ഞപ്പം അതിൽ 3 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒന്ന് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തു, ബൊറാക്സ്. ഇനി രണ്ടാമത്തതാണ് ഓർത്തോബോറിക് ആസിഡ്, മൂന്നാമത്തത് ഡൈബൊറൈൻ. അതുകൂടെ പറഞ്ഞു കഴിഞ്ഞ് ദെൻ നമുക്ക് അലുമിനിയത്തിൻ്റെയും അതേപോലെ ബോറോണിൻ്റെയും ഇവരുടെ പ്രധാനപ്പെട്ട കുറച്ച് യൂസുകളും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് അവസാനിച്ചു. ദെൻ നമുക്ക് പാർട്ട് 6 മുതൽ ഗ്രൂപ്പ് 14 എലമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർത്തോബോറിക് ആസിഡ് ആണ് ആദ്യം. സോ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് ഓഫ് ബോറോൺ ഇസ് ഓർത്തോബോറിക് ആസിഡ്. നമുക്ക് അതിനെ മറ്റൊരു പേരും വിളിക്കാം, ബോറിക് ആസിഡ് എന്നും വിളിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. H3BO3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് എ വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ് വിത്ത് സോപ്പി ടച്ച്. അപ്പോൾ H3BO3 ആണ് ഓർത്തോബോറിക് ആസിഡിൻ്റെ ഫോർമുല. ഓർത്ത് വയ്ക്കണം. ഓക്കെ, അപ്പം അതെങ്ങനെയാണ് കാണാൻ? വൈറ്റ് കളറാണ്, ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള സോളിഡാണ്, വിത്ത് എ സോപ്പി ടച്ച് എന്ന് വെച്ചാൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ സോപ്പൊക്കെ തൊടുന്നൊരു ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇയാളാണ് നമ്മുടെ ഓർത്തോബോറിക് ആസിഡ്. ഓക്കെ, ഓർത്ത് വയ്ക്കണം കേട്ടോ. ഇനി ഇറ്റ് ഈസ് സ്പാരിംഗ്ലി സോല്യൂബിൾ ഇൻ കോൾഡ് വാട്ടർ ബട്ട് ഹൈലി സോല്യൂബിൾ ഇൻ ഹോട്ട് വാട്ടർ. കോൾഡ് വാട്ടറിൽ കുറച്ചേ ലയിക്കത്തുള്ളൂ, എന്നാൽ ഹോട്ട് വാട്ടറിലാണെങ്കിലോ നല്ലപോലെ സോല്യൂബിൾ ആയിരിക്കും, നല്ലപോലെ ലയിക്കും. ആര്? ഓർത്തോബോറിക് ആസിഡ്. ഓക്കെ, ദെൻ ഇറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ആസിഡിഫൈങ് ആൻ അക്വസ് സൊല്യൂഷൻ ഓഫ് ബോറാക്സ്. നിങ്ങൾ കുറച്ച് ബോറാക്സ് എടുക്കുക, അതിനെ എന്തിലേക്ക് ഇടുക? കുറച്ച് വെള്ളത്തിലിടുക. അപ്പോൾ നമുക്ക് എന്ത് വിളിക്കാം? അതിനെ അക്വസ് സൊല്യൂഷൻ ഓഫ് ബോറാക്സ് എന്ന് വിളിക്കാം. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് ആസിഡ് ആഡ് ചെയ്യുക, ചില ആസിഡിഫൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓർത്തോബോറിക് ആസിഡ് അല്ലെങ്കിൽ ബോറിക് ആസിഡ് കിട്ടും. സിമ്പിളാണ്. ഓക്കെ, നമ്മൾ റിയാക്ഷൻ നോക്കൂ. Na2B4O7 നമ്മൾ എടുത്തു, ദെൻ H2O എടുത്തു. അപ്പോൾ എന്തായി? അത് അക്വ സൊല്യൂഷൻ ഓഫ് ബൊറാക്സ് ആയില്ലേ. പിന്നെ അതിലേക്ക് കുറച്ച് HCl ആഡ് ചെയ്തു, അപ്പോൾ നമ്മൾ ആസിഡിഫൈ ചെയ്തു, പിന്നെ അതിനെ ഹീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? H3BO3 കിട്ടി, അതേപോലെ NaCl കിട്ടി. മനസ്സിലായോ? H3BO3 കിട്ടി. അപ്പം ഇതും കൂടെ ആയാൽ അക്വ സൊല്യൂഷൻ ഓഫ് ബോറാക്സ് ആയി, ഇത് ആഡ് ചെയ്താൽ ആസിഡിഫൈ ചെയ്യലായി. ഓക്കെ, സംഭവം സിമ്പിൾ അല്ലേ? ഓക്കെ, നിങ്ങൾ നോക്കുക, അക്വ സൊല്യൂഷൻ ഓഫ് ബൊറാക്സ് ആണ്. ദെൻ നമുക്ക് എന്ത് കിട്ടി? ഓർത്തോബോറിക് ആസിഡ് കിട്ടി. ഓക്കെ, ദെൻ ഇറ്റ് ഹാസ് എ ലെയേർഡ് സ്ട്രക്ചർ. H3BO3ൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ലെയർഡ് സ്ട്രക്ചറാണ്. എന്ന് വെച്ചാൽ പ്ലാനാർ ഷേപ്പിലുള്ള BO3 യൂണിറ്റുകൾ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ ബോണ്ട് വഴി പരസ്പരം കണക്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, സ്ട്രക്ചർ ഓർത്തോബോറിക് ആസിഡ് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ നോർമലി നമ്മൾ ഒരു H3BO3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അതാ H3, H1 2 3 H3 ആയില്ലേ. ദെൻ B, ഒരു B അല്ലേ ഉള്ളൂ. ദെൻ O3, H3BO3 ആയില്ലേ. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ വരച്ച് പഠിക്കണം, ചോദിക്കാറുണ്ട് എക്സാമിന്. ഓക്കെ, അപ്പോൾ H3BO3, ദെൻ H3BO3 N ടൈംസ് വെച്ചാൽ ഇങ്ങനത്തെ കുറേ H3BO3 യൂണിറ്റുകൾ പരസ്പരം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ നോക്കൂ, ഇത് ഒരു H3BO3 ആണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ദെൻ വീണ്ടും മറ്റൊരു H3BO3 തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഓക്കെ, റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട്. ദെൻ വീണ്ടും നെക്സ്റ്റ്, പിന്നെയും ഒന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിലവിൽ 4 എണ്ണം മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇനി ഇവർ പരസ്പരം എങ്ങനെയാണ് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ബൈ ഹൈഡ്രജൻ ബോണ്ട്. എന്താ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ, കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചിരുന്നു. അതേപോലെ അതിനെക്കുറിച്ച് ചെറുതായിട്ടൊക്കെ മേ ബി നിങ്ങൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് ആയിട്ടുള്ള നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ പോലെയുള്ള ആളുകളുമായിട്ട് ഹൈഡ്രജൻ ഉണ്ടാകുന്ന അട്രാക്ഷൻ, അതാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ട് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കിക്കാൻ നിങ്ങളിതാ ഇവിടെ ഒന്ന് ഫോം ചെയ്ത് കണ്ടതാ, ഈ ഒരു ഹൈഡ്രജനും ഈ ഓക്സിജനും തമ്മിൽ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ നെക്സ്റ്റ് മറ്റ് ഒരു ഓക്സിജൻ, ഇതേ മോളിക്യൂൾ തന്നെ നെക്സ്റ്റ് ഓക്സിജൻ ഇവിടെയുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. അതേപോലെ ഈ ഒരു ഓക്സിജൻ ഇവിടെ മറ്റൊരാളുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ഇത്രേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അത് വെച്ച് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഹൈഡ്രജൻ ബോണ്ട് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അത് ബാക്കിയൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ഹൈഡ്രജൻ ബോണ്ടുകൾ ഉണ്ടായിരിക്കും. ഓരോ മോളിക്യൂളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർലിങ്ക്ഡ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? നമുക്ക് എന്ത് വിളിക്കാം? ഇതിനെ ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് വിളിച്ചൂടെ? കാരണം ഇത് വ്യത്യസ്ത തരത്തിലുള്ള മോളിക്യൂളുകൾ തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് അല്ലേ.
ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ഓർത്തോബോറിക് ആസിഡിലെ ഹൈഡ്രജൻ ബോണ്ടിങ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി നോക്കാം. പ്രോപ്പർട്ടീസ് ആൻഡ് യൂസസ് ഓഫ് ബോറിക് ആസിഡ്. ബോറിക് ആസിഡിൻ്റെ പ്രോപ്പർട്ടീസും അതേപോലെ യൂസസും. ഒന്ന്, അസിഡിക് നേച്ചറാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ബോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് ആയിട്ടുള്ള മോണോ ബേസിക് ആസിഡ് ആണ്. പ്രത്യേകം ഓർത്ത് വയ്ക്കണം, വീക്ക് ആയിട്ടുള്ള മോണോ ബേസിക് ആസിഡ് ആണ്. ഇറ്റ് ഈസ് നോട്ട് എ പ്രോട്ടോണിക് ആസിഡ്. ഇത് പ്രോട്ടോണിക് ആസിഡ് അല്ല, ബട്ട് ആക്ട്സ് ആസ് എ ലൂയിസ് ആസിഡ്. ലൂയിസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. എങ്ങനെയാ? ബൈ ആക്സെപ്റ്റിംഗ് എ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം എ ഹൈഡ്രോക്സിൽ അയോൺ ഓഫ് വാട്ടർ. എന്ന് വെച്ചാൽ ലൂയിസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുക പറഞ്ഞാൽ എന്താ അർത്ഥം? ഇലക്ട്രോൺ പെയറിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതല്ലേ. അപ്പോൾ നമ്മുടെ ഈ ബോറിക് ആസിഡ് എന്ത് ചെയ്യും? ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യും. എവിടെ നിന്ന്? വാട്ടറിൻ്റെ ഹൈഡ്രോക്സിൽ അയോണിൽ നിന്ന്. എന്ന് വെച്ചാൽ OH മൈനസിൽ നിന്ന് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് വാങ്ങിയിട്ട് എന്തായിട്ട് ആക്ട് ചെയ്യും? ലൂയിസ് ആസിഡായിട്ട് ആക്ട് ചെയ്യും. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കൂ, ഇതല്ലേ BOH ത്രൈസ് എന്ന് അല്ലെങ്കിൽ H3BO3 എന്നൊക്കെ നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ, ബോറിക് ആസിഡിനെ. അപ്പം എന്താ, ഞാൻ വാട്ടർ മോളിക്യൂളിൽ എങ്ങനെയാണ് കാണിച്ചത്? HOH, നമുക്കറിയാം H പ്ലസും OH മൈനസ് വാട്ടർ മോളിക്യൂൾ നിൽക്കുക എന്നല്ലേ. ഓക്കെ, ദെൻ എന്താവും? BOH 4 ടൈംസ് മൈനസ് ആവും. എന്ന് വെച്ചാൽ ഈ ഒരു OH, ഇത് H പ്ലസും OH മൈനസായിട്ട് നിൽക്കുക. ഈ OH മൈനസും കൂടെ ഈ മൈനസ് ആര് വാങ്ങും? നമ്മുടെ ബോറോൺ വാങ്ങും. അപ്പോൾ BOH 4 ടൈംസ് മൈനസ് ആയിട്ട് മാറൂലേ. ഓക്കെ, പ്ലസ് എന്തുണ്ടായിരിക്കും? H3O പ്ലസ് ഉണ്ടായിരിക്കും. കാരണം ഇവിടെ 2 വാട്ടർ മോളിക്യൂളില്ലേ. 2 വാട്ടർ മോളിക്യൂൾ ഉണ്ടാകുന്ന സമയത്ത് അതിൽ ഒരു വാട്ടർ മോളിക്യൂൾ നിന്നാണ് ഒരു OH എടുത്തത് അല്ലേ. ബാക്കി എന്തുണ്ടാവും? ഒരു H2O ഉണ്ടാവും, പിന്നെ ഇവിടുത്തെ H പ്ലസും ബാക്കി ഉണ്ടാവും. അത് കൂട്ടി എന്തായി? H3O പ്ലസ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, then action of heat ആണ്. On heating orthoboric acid above 370 Kelvin we get metaboric acid. നമ്മൾ ഓർത്തോബോറിക് ആസിഡ് എടുക്കുന്നു, അതിനെ 370 കെൽവിൻ ടെമ്പറേച്ചറിൽ നമ്മൾ അതിനേക്കാളും മുകൾ ടെമ്പറേച്ചറിൽ ചൂടാക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ആദ്യം മെറ്റാബോറിക് ആസിഡ് കിട്ടും. എന്താ അതിൻ്റെ ഫോർമുല? HbO2 എന്നാണ് ഫോർമുല. ഓക്കെ, വിച്ച് ഓൺ ഫർദർ ഹീറ്റിംഗ് ഗിവ്സ് ബോറിക് ഓക്സൈഡ്. നമ്മൾ വീണ്ടും ആ HbO2 കിട്ടിയിരിക്കുന്ന മെറ്റാബോറിക് ആസിഡ് നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? B2O3 കിട്ടും, അഥവാ ബോറിക് ഓക്സൈഡ് കിട്ടും. മനസ്സിലായോ? ദെൻ H3BO3 നിങ്ങൾ നോക്കുക, ഞാൻ 375 കെൽവിൻ ടെമ്പറേച്ചറിൽ ചൂടാക്കി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? മെറ്റാബോറിക് ആസിഡ് കിട്ടി. അതിന് ഞാൻ വീണ്ടും ചൂടാക്കി. അപ്പോൾ എന്താ കിട്ടി എനിക്ക് ബോറിക് ആൻഹൈഡ്രൈഡ് അല്ലെങ്കിൽ ബോറിക് ട്രയോക്സൈഡ്, ചുരുക്കി വിളിക്കുകയാണെങ്കിൽ ബോറിക് ഓക്സൈഡ് എന്ന് വിളിക്കാം, എന്ന് കിട്ടും. മനസ്സിലായോ? ദെൻ ഇനി ഞാൻ H3BO3 എടുത്തു, അതിന് ഞാനൊരു 435 കെൽവിനിൽ ചൂടാക്കി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? H2B4O7 കിട്ടും. എന്താ അതിൻ്റെ പേര്? ടെട്രാബോറിക് ആസിഡ്. അപ്പോൾ നിങ്ങൾ നോക്കണം, 375 കെൽവിൻ ചൂടാക്കിയപ്പോൾ എനിക്ക് എന്താ കിട്ടിയത്? മെറ്റാബോറിക് ആസിഡാണ്. എന്ന് വെച്ചാൽ അതിനേക്കാളും ഹൈ ടെമ്പറേച്ചർ കൊടുത്തപ്പോൾ, അത് 435 കൊടുത്തപ്പോൾ അത്ര കിട്ടി. എനിക്ക് കിട്ടിയ സാധനം ടെട്രാബോറിക് ആസിഡാണ് കിട്ടിയത്. അതിന് വീണ്ടും ഹീറ്റ് എന്താ കിട്ടുക? എനിക്ക് B2O3 കിട്ടും. B2O3 എന്ന സാധനം എന്താ? ബോറിക് ആൻഹൈഡ്രൈഡ് അല്ലെങ്കിൽ ബോറിക് ട്രയോക്സൈഡ് അല്ലെങ്കിൽ ബോറിക് ഓക്സൈഡ് കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? ദെൻ നമ്മുടെ ബോറിക് ആസിഡിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന്, ബോറിക് ആസിഡ് ഇസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഹീറ്റ് റെസിസ്റ്റൻറ്റ് ഗ്ലാസസ്. ഹീറ്റ് റെസിസ്റ്റൻറ്റ് ഗ്ലാസ്സിലൊക്കെ യൂസ് ചെയ്യും. ഇപ്പം നമ്മളിപ്പോൾ ഈ ബൾബ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടെമ്പറേച്ചർ ആയിരിക്കും ഉണ്ടാവുക അല്ലേ, ബൾബൊക്കെ കത്തുന്ന സമയത്ത് ഉള്ളിൽ നിന്ന്. അപ്പം അതിനൊക്കെ തടുത്ത് നിർത്തിയിട്ട് ഈ ഗ്ലാസ് ഉരുകാണ്ട് നിൽക്കുന്നില്ലേ. അപ്പം നല്ല ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആരെ യൂസ് ചെയ്യും? ബോറിക് ആസിഡ് യൂസ് ചെയ്യും. ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഇനാമൽസ് ആൻഡ് ഗ്ലേസസ് ഇൻ പോട്ടറി. ഇങ്ങനത്തെ പാത്രങ്ങളിലൊക്കെ നമ്മൾ ഇനാമൽസും അതേപോലെ തന്നെ ഗ്ലേസിങ് കിട്ടാനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ബോറിക് ആസിഡ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഓൾസോ യൂസ്ഡ് ആസ് എ ഫുഡ് പ്രിസർവേറ്റീവ്. ഫുഡ് പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് കിട്ടും ഫുഡ്, എന്നാൽ ഇത് കേടുവന്നും പോകും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്ത ഫുഡ് നല്ലപോലെ നിൽക്കും, അല്ലാത്തതോ കേടുവന്നു പോകും. അതാണ് അണ്ടർ കാണിച്ചേട്ടാ. ഓക്കെ, നെക്സ്റ്റ്, ആസ് എ മൈൽഡ് ആൻറ്റിസെപ്റ്റിക് ഫോർ ഐ വാഷ് അണ്ടർ ദ നെയിം ബോറിക് ലോഷൻ. ബോറിക് ലോഷൻ എന്ന് പറയുന്ന പേരിൽ നമ്മൾ വൈൽഡ് ആൻറ്റിസെപ്റ്റിക് ആയിട്ട് ഐ വാഷ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആരെ? നമ്മുടെ ബോറിക് ആസിഡിനെ. കേട്ടോ? ദെൻ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ടാണ് ബോറിക് ആസിഡിനെ നമ്മൾ വീക്ക് ആസിഡ് എന്ന് വിളിക്കാൻ കാരണം? കാരണം എന്താണെന്ന് വെച്ചാൽ ബോറിക് ആസിഡ് ഇറ്റ്സ് നോട്ട് ഏബിൾ ടു റിലീസ് H+ അയോൺസ് ഓൺ ഇറ്റ്സ് ഓൺ. സ്വന്തമായിട്ട്
അതിന് എന്ത് ചെയ്യാൻ കഴിയില്ല. H3BO3 എന്ന് പറയുന്ന ഒരു കോളത്തിൽ നിൽക്കുന്ന സമയത്ത് അതിന് എന്ത് റിലീസ് ചെയ്യാൻ കഴിയില്ല? H+ റിലീസ് ചെയ്യാൻ കഴിയില്ല. പകരം അതെന്താ ചെയ്യുക? അയാൾ OH- അയോൺസ് വാട്ടർ എന്ന് ആക്സെപ്റ്റ് ചെയ്യും. എന്നിട്ടോ അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം എന്താ റിലീസ് ചെയ്യും? H+ റിലീസ് ചെയ്യും. നിങ്ങൾ നോക്കുക, BOH ത്രൈസ്. ദെൻ അതെന്ത് ചെയ്യുന്നു? വാട്ടർ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു OH അത് വാങ്ങും. അങ്ങനെ അത് BOH 4 ടൈംസ് മൈനസ് ആയിട്ട് മാറും. H+ റിലീസ് ചെയ്യപ്പെടും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് ആസിഡിറ്റി കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കുന്നത്? തന്നെ വീക്ക് ആയിട്ടുള്ള ആസിഡ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ HCl എന്നൊക്കെ പറയുമ്പം സ്ട്രോങ് ആസിഡ് ആണ് അല്ലേ? കാരണം അതിനെന്ത് ചെയ്യാൻ പറ്റും? വേറൊരാളുമായിട്ടൊന്നും ചെയ്യാതെ സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? H+ ആയിട്ട് റിലീസ് ചെയ്യാനുള്ള കഴിവ് HCl-നുണ്ട്. നമ്മൾ സ്ട്രോങ് എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മളെ ഈ ബോറിക് ആസിഡ് വീക്ക് ആസിഡ് എന്ന് പറയാൻ കാരണം എന്തായിരുന്നു? സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല? H+ റിലീസ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ബോറിക് ആസിഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഡൈബൊറൈനെ കുറിച്ച് നോക്കാം. എന്തൊക്കെയാണ് ഡൈബൊറൈൻ്റെ കാര്യങ്ങളെന്ന്. ഓക്കെ, ഡൈബൊറൈൻ്റെ ഫോർമുല എന്താണ്? B2H6 എന്നാണ് അല്ലേ? ഓക്കെ, ഓർത്ത് വെക്കണം കേട്ടോ. ഡൈബൊറൈൻ്റെ ഫോർമുല, അതേപോലെ ബൊറാക്സിൻ്റെ ഫോർമുല, അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ബോറിക് ആസിഡിൻ്റെ ഫോർമുല, ഇത് മൂന്നും ഓർത്ത് വെക്കണം. സിംപ്ലസ്റ്റ് ബോറോൺ ഹൈഡ്രൈഡ് ഈസ് ഡൈബൊറൈൻ. അപ്പോൾ ബോറോൺ ഹൈഡ്രൈഡ് ഒരുപാട് സാധനങ്ങളുണ്ട്. അതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളത് ആരാണ്? ഡൈബൊറൈൻ ആണ്. മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ട്രീറ്റിംഗ് ബോറോൺ ട്രൈഫ്ലൂറൈഡ് എന്ന് വെച്ചാൽ BF3 എന്ന് പറയുന്ന ആൾ നമ്മൾ ട്രീറ്റ് ചെയ്യും വിത്ത് ആരുമായിട്ടാണ്? ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡുമായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ആരെ? BF3-നെ ഇൻ പ്രസൻസ് ഓഫ് ഡൈഇഥൈൽ ഈഥർ. ഡൈഇഥൈൽ ഈഥർ എന്ന് പറയുന്ന ആളുടെ പ്രസൻസിൽ BF3-യുമായിട്ട് നമ്മൾ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഒക്കെ വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഡൈബൊറൈൻ കിട്ടും. നിങ്ങൾ നോക്കൂ, ദാ BF3 + 3LiAlH4 ഇൻ പ്രസൻസ് ഓഫ് ഡൈഇഥൈൽ ഈഥർ ഗിവ്സ് 3B2H6. അതല്ലേ ഡൈബൊറൈൻ. ഓക്കെ, +3LiF ലിഥിയം ഫ്ലോറൈഡ് ആണ് കേട്ടോ. +3AlF3 അലുമിനിയം ഫ്ലോറൈഡും കിട്ടും. മനസ്സിലാകണം. ഓക്കെ, അപ്പം നമുക്കതിൻ്റെ ബാക്കി നോക്കാം. പ്രിപ്പറേഷൻ ഓഫ് ഡൈബൊറൈൻ. ഡൈബൊറൈൻ്റെ പ്രിപ്പറേഷൻ നമുക്കൊന്ന് എന്ത് ചെയ്യാം? ലാബിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക, അതേപോലെ ഫാക്ടറീസിലൊക്കെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ലാബിൽ എങ്ങനെ ഉണ്ടാക്കുക? ഓക്സിഡേഷൻ ഓഫ് സോഡിയം ബോറോ ഹൈഡ്രൈഡ് വിത്ത് അയോഡിൻ. അയോഡിനുമായിട്ട് നമ്മൾ സോഡിയം ബോറോ ഹൈഡ്രൈഡിനെ ഓക്സിഡേഷൻ നടത്തും. നിങ്ങൾ നോക്കൂ, NaBH4 അതല്ലേ സോഡിയം ബോറോ ഹൈഡ്രൈഡ്. ദെൻ അതുമായിട്ട് ആരോ റിയാക്ട് ചെയ്യും? അയോഡിനെ റിയാക്ട് ചെയ്യും. അപ്പം നമുക്ക് എന്ത് കിട്ടും? B2H6 കിട്ടും, പ്ലസ് സോഡിയം അയോഡൈഡ് കിട്ടും, പ്ലസ് ഹൈഡ്രജൻ ഗ്യാസും കിട്ടും. മനസ്സിലായോ? ഓക്കെ, ഇനി ഇൻഡസ്ട്രിയൽ മെത്തേഡ് എന്ന് വെച്ചാൽ ഫാക്ടറീസിലൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഡൈബൊറൈൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഓൺ ആൻ ഇൻഡസ്ട്രിയൽ സ്കെയിൽ ബൈ ദ റിയാക്ഷൻ ഓഫ് BF3 വിത്ത് സോഡിയം ഹൈഡ്രൈഡ്. നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ മെത്തേഡ് എന്തായിരുന്നു? BF3-നെ നമ്മൾ വിത്ത് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഇൻ പ്രസൻസ് ഓഫ് ഡൈഇഥൈൽ ഈഥർ എന്ന് പറഞ്ഞിരുന്നത് അല്ലേ? എന്നാൽ ഇൻഡസ്ട്രിയലിലെ കേസിൽ BF3 തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ വിത്ത് ആരുമായിട്ടാണ്? സോഡിയം ഹൈഡ്രൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. NaH സോഡിയം ഹൈഡ്രൈഡ് പ്ലസ് BF3 അറ്റ് 450 കെൽവിൻ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഹീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? B2H6 കിട്ടും, പ്ലസ് സോഡിയം ഫ്ലൂറൈഡ് നമുക്ക് കിട്ടും. മനസ്സിലായോ? ഓക്കെ, അതിൻ്റെ പേരുകൾ അടിയിൽ കാണിക്കുന്നുണ്ട്. റെഡി അല്ലേ? ഓക്കെ, ദെൻ നമുക്ക് BF3 ഞാൻ എടുത്തു. ഈ BF3 എടുത്തു കഴിഞ്ഞാൽ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഇൻ പ്രസൻസ് ഓഫ് ഡൈഇഥൈൽ ഈഥർ ഉണ്ട്, അതേപോലെ BF3 വിത്ത് സോഡിയം ഹൈഡ്രൈഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് കേസിൽ നമുക്ക് എന്താ പ്രൊഡക്റ്റ് കിട്ടുക? XY ആരൊക്കെ ആയിരിക്കും? ഓപ്ഷൻസ് ഇതാ നോക്കിക്കോളൂ. B2H6 B2H6 അതന്നെയാണ് നമുക്ക് ഓപ്ഷൻ. നമ്മുടെ ആൻസർ തന്നെ അല്ലേ? നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ദെൻ B2H6 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. പിന്നെ ആൻ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. ആൻ ഇലക്ട്രോൺ സർപ്ലസ് കോമ്പൗണ്ട്, ആസ് സൂപ്പർ ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട്. ഏതാണ്? നമ്മുടെ B2H6 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് അല്ലേ? കാരണം നമുക്കറിയാം ബോറോൺ എന്ന് പറയുന്ന ആൾ തന്നെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. നമുക്ക് അതിൻ്റെ കോമ്പൗണ്ടുകളൊക്കെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ് നമ്മൾ ആദ്യമേ പറഞ്ഞു വരുന്ന കാര്യമാണ്. ഓക്കെ, ദെൻ ഡൈബൊറൈൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ഡൈബൊറൈൻ. ഡൈബൊറൈൻ ഈസ് എ കളർലെസ് ഗ്യാസ് വിത്ത് ഫൗൾ സ്മെൽ.
കളർലെസ് ആയിട്ടുള്ള ഗ്യാസ്, നിറയൊന്നുമില്ല പക്ഷെ ഗ്യാസാണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കണം, നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് കോമ്പൗണ്ട് ബൊറാക്സും അതേപോലെ ബോറിക് ആസിഡും രണ്ടും എന്തായിരുന്നു? വൈറ്റ് ക്രിസ്റ്റലൈൻ കളേർഡ് ആയിട്ടുള്ള വൈറ്റ് കളേർഡ് ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ. എന്നാൽ ഡൈബറൈനോ അത് ഗ്യാസ് ആണ് വിത്ത് ഫൗൾ സ്മെൽ. മനസ്സിലാക്കണം. ഓക്കെ. Then it is stable at low temperatures in the absence of grease and moisture. മോയ്സ്ചറിൻ്റെയും ഗ്രീസിൻ്റെയും ഒക്കെ ആബ്സെൻസിൽ ഇയാൾ ലോ ടെമ്പറേച്ചറിലാണെങ്കിൽ എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. ഹൈ ടെമ്പറേച്ചറിലാണെങ്കിലോ ഇത് അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ അത് ഡീകമ്പോസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? മറ്റുള്ള ഹൈഡ്രൈഡ്സ് ഓഫ് ബോറോണിൻ്റെ മറ്റ് ഹൈഡ്രൈഡ്സ് ആയിട്ട് മാറും. ഓക്കെ. ദെൻ ഈ B2H6 അല്ലെങ്കിൽ ഡൈബറൈൻ എന്ന് പറഞ്ഞ ആൾ എന്താണ്? BH3 എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ ഡൈമറാണ്. കാരണം ഈ BH എന്ന് പറഞ്ഞ ആൾ എന്താണ്? BH3 ഇസ് ഹൈലി അൺസ്റ്റേബിൾ. അപ്പോൾ അയാൾ ഒറ്റയ്ക്ക് നിൽക്കില്ല, ചില മോണോമറായിട്ട് നിൽക്കില്ല, എന്തായിട്ട് മാറും? ഡൈമറായിട്ട് മാറും. അങ്ങനെയാണ് B2H6 ഉണ്ടാവുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് സ്ട്രക്ചർ. അപ്പം പ്രത്യേകം ഓർത്ത് വെക്കണം. അപ്പം ഈ ഒരു ബോറോണും ഈ ഹൈഡ്രജനും ഈ ഹൈഡ്രജനും ഓക്കെ, ഈ 4 ഹൈഡ്രജൻ ഇതാ ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. 2 ഹൈഡ്രജൻ ഇവിടെയും 2 ഹൈഡ്രജൻ ഉണ്ട്. ഇവരെ നമ്മൾ എന്താ വിളിക്കുക? ടെർമിനൽ ഹൈഡ്രജൻ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ടെർമിനൽ ഹൈഡ്രജൻ. അതേപോലെ ഈ ഒരു ഹൈഡ്രജൻ ഇല്ലേ, ഇതാ ഇവിടെ നിൽക്കുന്ന ഒരാൾ, ഇവിടെ നിൽക്കുന്ന ഒരാളില്ലേ, അയാൾ എന്താ വിളിക്കുക? നമ്മൾ ബ്രിഡ്ജിങ് ഹൈഡ്രജൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് B2H6ൻ്റെ സ്ട്രക്ചർ. B2H6 4 എന്താ ഇവിടെയും 2 ഇങ്ങനെയും. അപ്പോൾ ഈ 2 ഈ 2 ഈ 4 മൊത്തം, ഈ 4 ഒരേ പ്ലെയിനിലാണ്. ഇത് ഒന്ന് ബിലോ ദ പ്ലെയിൻ ആണ്, ഇത് എബവ് ദ പ്ലെയിൻ ആണ്. നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഞാൻ വരുന്ന സൈഡിൽ കാണിച്ചു തരാം. ഓക്കെ. Then it is readily reacts with the water, giving boric acid and hydrogen gas. ഈ B2H6 വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? നമുക്ക് ബോറിക് ആസിഡും കിട്ടും, അതേപോലെ ഹൈഡ്രജൻ ഗ്യാസും കിട്ടും. വളരെ പെട്ടെന്ന് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും കേട്ടോ. ദെൻ ഫിസിക്കൽ സ്റ്റേറ്റ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഡൈബറൈൻ്റെ പ്രോപ്പർട്ടീസിൽ ഫിസിക്കൽ സ്റ്റേറ്റും. ഇതൊരു കളർലെസ് ആയിട്ടുള്ള ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഗ്യാസ് ആണ്. ആര്? B2H6. ദെൻ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാ? 180 കെൽവിനാണ്. ദെൻ കമ്പസ്റ്റിബിലിറ്റി, ഈ B2H6 എന്ന് പറയുന്ന ആൾ, ഡൈബറൈൻ എന്ന് പറഞ്ഞ ആൾ കത്തുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇറ്റ് ക്യാച്ചസ് ഫയർ സ്പോണ്ടേനിയസ്ലി അപ്പോൺ എക്സ്പോഷർ ടു എയർ. നിങ്ങൾ എയറിൽ കാണിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് കാണിച്ചാൽ മാത്രം മതി. അപ്പോഴേക്ക് എന്ത് ചെയ്യും? ഇയാൾ ഫയർ ക്യാച്ച് ചെയ്യും. ദെൻ ഇറ്റ് ബേൺസ് ഇൻ ഓക്സിജൻ ഇവോൾവിങ് ആൻ എനോമസ് എമൗണ്ട് ഓഫ് ഹീറ്റ്. ഓക്സിജനിൽ ഇങ്ങനെ കത്തുന്ന സമയത്ത് നല്ല ഹീറ്റ് പുറത്ത് വിടും. ഓക്കെ, നിങ്ങൾ നോക്കൂതാ ഇവിടെ ഞാൻ റിയാക്ഷൻ കാണിച്ചിട്ടുണ്ട്. B2H6 ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, വെച്ചാൽ ബേൺ ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബോറിക് അൻഹൈഡ്രൈഡ് അല്ലെങ്കിൽ ബോറിക് ഓക്സൈഡ് കിട്ടും അല്ലേ, പ്ലസ് വാട്ടറും കിട്ടും. അപ്പം അതിൻ്റെ കൂടെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ, അതാണ് നമ്മൾ ΔHc എന്ന് കാണിച്ചത്. എത്രയാണ് അതിൻ്റെ വാല്യൂ? -1976 1976 കിലോ ജൂൾ പെർ മോളാണ്. അത്രയും എനർജി റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു മൈനസ് കാണിച്ചാൽ എന്താ അർത്ഥം? അത് എക്സോതെർമിക് ആയിട്ടുള്ള റിയാക്ഷനാണ്. ഹൈ എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. നല്ല ഹീറ്റാണ് അവിടെ നിന്ന് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അത് പ്രത്യേകം ഓർക്കണം കേട്ടോ, മറന്നു പോകാൻ പാടില്ല. ദെൻ ഇതിൻ്റെ ഹൈഡ്രോളിസിസ് റിയാക്ഷൻ എങ്ങനെയാണ്? ഡൈബറൈൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും? ഹൈഡ്രോളൈസ് ചെയ്യപ്പെടും വാട്ടറിനെ കൊണ്ട്. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? ബോറിക് ആസിഡ് ഫോം ചെയ്യും. നമ്മൾ നേരത്തെ കണ്ട റിയാക്ഷൻ തന്നെയാണ്. ദെൻ റിയാക്ഷൻ വിത്ത് ലൂയിസ് ബേസസ്. ലൂയിസ് ബേസുകളുമായിട്ട് ഹൈഡ്രജൻ എങ്ങനെ റിയാക്ട് ചെയ്യാം? ഡൈബറൈൻ അണ്ടർഗോസ് ക്ലീവേജ് റിയാക്ഷൻസ്. എന്ത് റിയാക്ഷൻ ഉണ്ടാവുക? ക്ലീവേജ് റിയാക്ഷൻ ഉണ്ടാവുക. ആരുമായിട്ട്? വിത്ത് ലൂയിസ് ബേസസ്. ഇത് നമുക്ക് എന്താ കിട്ടുക? ബോറൈൻ അഡക്ട്സ് കിട്ടും. വെച്ചാൽ BH3.L. ആ L എന്ന് പറഞ്ഞാൽ എന്താണ്? ലൂയിസ് ബേസ് ആണ്. നമുക്ക് ആദ്യം ഒരു ജനറൽ എക്സാമ്പിൾ നോക്കാം, അതിനുശേഷം നമുക്ക് നല്ല എക്സാമ്പിൾസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതാ B2H6 എന്ന് പറയുന്ന ആൾ ട്രൈ മീഥൈൽ അമീനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് ഫോം ചെയ്യുന്നു നോക്കാം നമുക്ക് അല്ലേ. ഇതാ ഇതേപോലെ നമുക്ക് എന്ത് കിട്ടും? അഡക്റ്റ് കിട്ടും. ഓക്കെ, ഇപ്പോൾ B2H6 ഞാൻ എടുത്തിട്ടുണ്ട്, അതേപോലെ ട്രൈമിഥൈൽ അമീൻ എടുത്തിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, എന്താ കിട്ടിയത്? എനിക്ക് അഡക്റ്റ് കിട്ടി. എന്ന് വെച്ചാൽ നൈട്രജൻ്റെ മുകളിലുള്ള ലോൺ പെയറിനെ ആർക്ക് ഡൊണേറ്റ് ചെയ്തു? ഈ BH3ലേക്ക് ഡൊണേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കിട്ടിയ ആൾക്ക് നെഗറ്റീവ്, പോയ ആൾക്ക് പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വിളിക്കാം? ഇതിനെ ഒരു അഡക്റ്റ് എന്ന് വിളിക്കാം. ഇതപ്പം എന്താണ്? ഒരു ലൂയിസ് ബേസ് ആണ്. മനസ്സിലായോ?
ഇയാളോ ലൂയിസ് ആസിഡ് ആണ്. കാര്യം പിടി കിട്ടിയില്ലേ? ഓക്കെ. ദെൻ ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം നമുക്ക്. ഇപ്പോൾ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ആൾ, അതും ഇതുപോലെ എന്ത് ചെയ്യും? B2H6ഉമായിട്ട് എന്ത് ഫോം ചെയ്യും? അഡക്റ്റ് ഫോം ചെയ്യും. അതിന് എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? ദെൻ റിയാക്ഷൻ വിത്ത് അമോണിയ. അമോണിയയുമായിട്ട് എങ്ങനെ റിയാക്ഷൻ നടത്തുക? ഇറ്റ് കമ്പൈൻസ് വിത്ത് അമോണിയ ടു ഫോം ആൻ അഡീഷൻ പ്രൊഡക്റ്റ്. ഒരു അഡീഷൻ പ്രൊഡക്റ്റ് ആണ് ഫോം ചെയ്യപ്പെടുക അമോണിയയുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം, എക്സാമിന് ചോദിക്കാറുണ്ട്. 3B2H6 പ്ലസ് 6 അമോണിയ ഗിവിങ് B2H6.2NH3. നമ്മൾ എന്താ വിളിക്കുക അതിനെ? ഡൈ അമോണൈറ്റ് ഡൈബൊറൈൻ എന്ന് വിളിക്കും. ഓക്കെ, അതല്ലെങ്കിൽ ഓർ എന്താ നമുക്ക് വിളിക്കുക, എങ്ങനെ എഴുതാൻ പറ്റും ഇതിനെ കറക്റ്റ് നമുക്ക് ഒരു കാറ്റയോണും ആനയോണും ആക്കി മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. എന്ന് വെച്ചാൽ ഇതേപോലെ ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലായോ? എന്താണ്? അമോണിയ ആരുമായിട്ട് റിയാക്ട് ചെയ്യാണ്? നമ്മുടെ B2H6 ഡൈബൊറൈനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം നമുക്ക് ഒരു കോംപ്ലക്സ് ആണ് കിട്ടുക, കാറ്റയോണും ആനയോണും. അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഡൈ അമോണൈറ്റ് ഡൈബൊറൈൻ എന്ന് കിട്ടാം, B2H6.2NH3. ഓക്കെ, കണ്ടല്ലോ അല്ലേ? ഒരു അഡക്റ്റ് കിട്ടി. ഇനി ഈ കിട്ടിയിരിക്കുന്ന അഡക്റ്റിനെ നിങ്ങളൊരു 473 കെൽവിനിൽ നിങ്ങൾ ചൂടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു കോമ്പൗണ്ട് കിട്ടും, B3N3H6. അതാണ് അതിൻ്റെ ഫോർമുല. ഓക്കെ, എന്താ അതിനെ വിളിക്കുക? അതിനെ വിളിക്കുന്ന പേര് ബോറാസോൾ എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ അല്ല? ഓക്കെ, ബോറാസോൾ മനസ്സിലായല്ലോ അല്ലേ? B3N3H6 മറന്നു പോകാൻ പാടില്ല. ഓക്കെ, ഡൈ ഹൈഡ്രജൻ കൂടെ അതിനൊക്കെ കൂടെ കിട്ടും. ഇനി ഈ ഒരു ബോറാസോൾ എന്ന് പറയുന്ന ആളെ ഫോർമുല നിങ്ങൾ കരുതലോ B3N3H6 ആണ്. ഇയാളുടെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അത് ബെൻസീൻ്റെ സ്ട്രക്ചറിനോട് സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഇയാൾക്ക് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കും ഇയാളെ? ബോറാസോൾ ഇസ് ഓൾസോ നോൺ ആസ് ഇനോർഗാനിക് ബെൻസീൻ. നമ്മൾ എന്തും വിളിക്കുന്നുണ്ട് ഇതിനെ? ഇനോർഗാനിക് ബെൻസീൻ എന്നും നമ്മൾ വിളിക്കാറുണ്ട്. കാരണം സ്ട്രക്ചർ ബെൻസീനുമായിട്ട് സെയിം ആണ്. നോക്കൂ നിങ്ങൾ, സ്ട്രക്ചർ ഓൾമോസ്റ്റ് ഇതേപോലെയാണ് അല്ലേ? നമ്മൾ ബെൻസീൻ വരച്ചാലും ഇതുപോലെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. പിന്നെ ഓർത്ത് വയ്ക്കുക, ബോറാസോൾ എന്ന് പറയുന്ന ആള് ബെൻസീനുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഐസോ സ്ട്രക്ചർ ബെൻസീനെ പോലെ തന്നെ സെയിം ആണ്. ദെൻ ഐസോ ഇലക്ട്രോൺസിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാലും നമ്മളെ ബെൻസീനിലുള്ള അതേ എണ്ണം ഇലക്ട്രോൺസ് തന്നെയാണ് ആർക്കുള്ളത്? ബോറാസോളിലും ഉള്ളത്. അപ്പോൾ ഐസോ സ്ട്രക്ചറിലാണ്, ഐസോ ഇലക്ട്രോണിക്കുമാണ്. ഓക്കെ, ഇനി റിയാക്ഷൻ വിത്ത് മെറ്റൽ ഹൈഡ്രൈഡ്സ്. Several metal hydrides react with diborane to form tetrahydroborates or borohydrides. ഒരുപാട് മെറ്റൽ ഹൈഡ്രൈഡുകൾ ഡൈബൊറൈനുമായിട്ട് റിയാക്ട് ചെയ്ത് എന്താ കിട്ടും നമുക്ക്? പ്രോഡക്റ്റിൻ്റെ പേരെന്താ? ടെട്രാഹൈഡ്രോബോറൈറ്റ്സ് എന്ന, അല്ലെങ്കിൽ ബോറോഹൈഡ്രൈഡ്സ് എന്ന് നമുക്ക് വിളിക്കാം. ടെട്രാഹൈഡ്രോബോറൈറ്റ്സ് ഓർ ബോറോഹൈഡ്രൈഡ്സ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഞാനൊരു മെറ്റൽ ഹൈഡ്രൈഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം മെറ്റലിൻ്റെ ഭാഗം പോസിറ്റീവ് ആയിരിക്കും, ഹൈഡ്രജൻ്റെ ഭാഗം നെഗറ്റീവ് ആയിരിക്കും അല്ലേ? ഇൻ പ്രസൻസ് ഓഫ് ഡൈ ഈതൽ ഈതർ നമുക്ക് എന്ത് കിട്ടും? ടെട്രാഹൈഡ്രോബോറൈറ്റ്സ് നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എന്തൊക്കെയാണ്? ലിഥിയം ഹൈഡ്രൈഡ് എടുക്കുകയാണ്. മെറ്റലിൻ്റെ സ്ഥാനത്ത് എന്തെടുത്തു? ലിഥിയം എടുത്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ലിഥിയം ബോറോ ഹൈഡ്രൈഡ് LiBH4 കിട്ടും. ഓക്കെ, അപ്പോൾ ലിഥിയം ബോറോ ഹൈഡ്രൈഡ് എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ എക്സാമിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ലിഥിയം ഹൈഡ്രൈഡ് എടുക്കുക, ഡൈബൊറൈനുമായിട്ട് റിയാക്ട് ചെയ്യുക, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലിഥിയം ബോറോ ഹൈഡ്രൈഡ് കിട്ടും. ദെൻ സോഡിയം ഹൈഡ്രൈഡ് ആണെങ്കിലോ നമുക്ക് എന്ത് കിട്ടും? സോഡിയം ബോറോ ഹൈഡ്രൈഡ് കിട്ടും. സിമ്പിളാണ്, സെയിം റിയാക്ഷനേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്തു? മെറ്റൽ ഒന്ന് മാറ്റി. ഇവിടെ ലിഥിയം, നേരത്തെ MHന് പകരം ഇവിടെ ലിഥിയം കൊടുത്തു, ഇവിടെ സോഡിയം കൊടുത്തു. നമ്മൾ ജനറലി എന്ത് കൊടുത്തു? മെറ്റലിന് കൊടുത്തതാണ് കേട്ടോ. ഓക്കെ, ദെൻ ഡൈബൊറൈൻ ഗിവ്സ് H2 വിത്ത്. നമ്മുടെ ഡൈബൊറൈന് ആരൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹൈഡ്രജൻ തരിക? ഒന്ന് വാട്ടറുമായിട്ട് തരും, രണ്ട് HCl ഇൻ AlCl3, അലുമിനിയം ക്ലോറൈഡിലുള്ള HCl നമുക്ക് എന്ത് തരും? H2 ഗ്യാസ് തരും വിത്ത് ഡൈബൊറൈൻ. ദെൻ അക്വസ് KOH നമുക്ക് തരും, അതേപോലെ അമോണിയയും തരും. നമുക്ക് ഓരോ കേസിൽ റിയാക്ഷൻ നോക്കാം. ഇപ്പോൾ B2H6 വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ ഹൈഡ്രജൻ കിട്ടിയിട്ടുണ്ട്. അതേപോലെ അക്വസ് KOH റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഹൈഡ്രജൻ കിട്ടിയിട്ടുണ്ട്. അതേപോലെ അമോണിയൻ്റെ കേസിൽ നമുക്ക് ഹൈഡ്രജൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 കേസിൽ നിങ്ങൾക്ക് ഹൈഡ്രജൻ കാണാം. ഇത് നമുക്ക് ഉണ്ട് കേട്ടോ, റിയാക്ഷൻ കാണിച്ചില്ല എന്ന് മാത്രം. ഇനി MCQ, B2H6 ട്രൈമിഥൽ അമീനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് X കിട്ടുന്നു. B2H6 അമോണിയയുമായിട്ട് 473 റിയാക്ട് നമുക്ക് കിട്ടും. അതെ, ഒന്നാമത്തെ കേസിൽ കിട്ടുന്നത് എന്തായിരിക്കും? ഒരു അഡക്റ്റ് ആയിരിക്കും.
രണ്ടാമത്തെ കേസിൽ എന്തായിരിക്കും? അത് ബോറസോളിലെ B3N3H6 ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി അല്ലേ നമുക്ക് വരിക? ഓപ്ഷൻ സി നമ്മുടെ ആൻസർ വരിക കേട്ടോ. ഓക്കെ. Then the lithium hydride acts as, അതെന്താണ്? അതൊരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ലിഥിയം ഹൈഡ്രൈഡ്, ദ നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പീഷ്യസ് എസ് ഏതാണ്? H- ആണ്. ദെൻ സ്ട്രക്ചർ ആൻഡ് യൂസസ് ഓഫ് ഡൈബൊറൈൻ. ഡൈബൊറൈൻ്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ് നോക്കാം. ദ സ്ട്രക്ചർ ഓഫ് ഡൈബൊറൈൻ ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. And in diborane, each boron atom has 3 valence electrons for sharing. നമ്മുടെ ബോറോണിൽ ഡൈബൊറൈനിലുള്ള ബോറോണിൻ്റെ കേസിൽ ആ ബോറോൺ എടുത്ത 3 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടല്ലേ ഷെയറിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ നിങ്ങൾക്കൊക്കെ അവിടെ കാണാൻ പറ്റും, 2 എണ്ണം ഇവിടെയുണ്ട്, 1 ഇവിടെയുണ്ട്, മൊത്തം 3 എണ്ണം ഉണ്ട്. അപ്പം ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പം സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഈ 2sലുള്ള 1 ഇലക്ട്രോൺ എന്ത് ചെയ്യും? 2pയിലുള്ള ഈ വാക്കൻറ്റ് ഓർബിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എക്സൈറ്റ് ചെയ്യപ്പെടും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? ഇൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് ദ ഫോർമുല ഓഫ് ബോറോൺ എസ് ലൈക്ക് ദിസ് എന്ന് വെച്ചാൽ 1s2 ഉണ്ടാവും, 2s1, 2px1, 2py1 എന്നുള്ള കോളത്തിൽ എന്ത് ചെയ്യും? ഇങ്ങനെ ആയിട്ട് മാറും. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് വിളിക്കാം? ഇത് ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറിലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ? കാരണം BH3 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ, അങ്ങനെ അപ്പുറത്ത് മറ്റൊരു BH3 കൂടെ ഉണ്ടാവും, അങ്ങനെയാണ് അത് ഉണ്ടാവേണ്ടത്. ഓക്കെ. ഇനി if we assume that each boron atom forms 3 covalent bonds with the 3 hydrogen atoms, then there will be no electrons left with the boron atom for sharing with the other boron atoms. അപ്പം നിങ്ങൾ നോക്കുകയാണ്, ഇപ്പോൾ ഇവിടെ BH3 ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു, ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു, ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു. അപ്പം ആകെ 3 എണ്ണമാണ് ബാലൻസിലുള്ളത് ബോറോണ്ട് അല്ലേ? അപ്പോൾ അത് 3 ഇവിടെ എടുത്തു പോയി. ഇവിടെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഇവിടെ BB ബോണ്ട്സ് ഫോം ചെയ്യാൻ ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ടോ? ഇല്ല. നിങ്ങൾ നോക്കൂ, കാണുന്നുണ്ടോ? ഇല്ല. ഇവിടെ ഇലക്ട്രോൺസ്. ഓക്കെ. അപ്പോൾ നോ ഇലക്ട്രോൺസ് ഫോർ BB ബോണ്ട് ഫോർമേഷൻ. ഈ BB ബോണ്ട് ഫോം ചെയ്യാൻ ഇലക്ട്രോൺസ് വേണം, അതില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ രാമൻ അതേപോലെ തന്നെ NMR സ്പെക്ട്രോസ്കോപ്പി സ്റ്റഡീസ് ഉണ്ട്. ഓക്കെ, അതൊരു വേറെ മേഖലയാണ്, നമുക്കത് പഠിക്കാൻ PG ലെവലിലൊക്കെയാണ് ഉണ്ടാവുക, അതുപോലെ ഡിഗ്രി ലെവലൊക്കെയാണ് പഠിക്കാനുണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ ഇവിടെ ചേർത്ത് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ രാമൻ സ്പെക്ട്രോസ്കോപ്പി അതേപോലെ NMR സ്പെക്ട്രോസ്കോപ്പി നടത്തിയ സമയത്ത് നമുക്ക് എന്ത് മനസ്സിലായി? ഡൈബൊറൈൻ മോളിക്യൂളിലുള്ള 4 ഹൈഡ്രജൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ആ 4 എണ്ണം ഒരുപോലെയാണ്. പിന്നെ ബാക്കി 2 എണ്ണം വേറൊരു ടൈപ്പുമാണ്. ഓക്കെ. അപ്പോൾ അത് നമുക്ക് മനസ്സിലായ പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? നല്ല പോലെ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി 4 എണ്ണം ടെർമിനൽ ഹൈഡ്രജൻ ആറ്റംസ് ആണ്. ആൻഡ് 2 ബോറോൺ ആറ്റംസ് ലൈ ഇൻ 1 പ്ലെയിൻ. 4 ഹൈഡ്രജൻ ആറ്റങ്ങളും 2 ബോറോൺ ആറ്റങ്ങളും. B2H6ൽ നമുക്കറിയാം 2 ബോറോണും 6 ഹൈഡ്രജനും ഇല്ലേ? ആ 2 ബോറോണും 6 എണ്ണത്തിലെ 4 ഹൈഡ്രജനും എങ്ങനെയാണ്? ഒരേ പ്ലെയിനിലാണ്. ബാക്കി 2 ഹൈഡ്രജൻസ് ആണെങ്കിലോ, ഒരു ഹൈഡ്രജൻ എബവ് ദ പ്ലെയിനും മറ്റേ ഹൈഡ്രജൻ ബിലോ ദ പ്ലെയിനുമാണ് നിൽക്കുന്നത്. ഓക്കെ. then there are two hydrogens are called bridge hydrogen atoms. അപ്പോൾ ഇങ്ങനെ എബവ് ആൻഡ് ബിലോ ദ പ്ലെയിനിൽ നിൽക്കുന്ന ആ 2 പേരെ വിളിക്കുന്ന പേരെന്താണ്? ബ്രിഡ്ജ് ഹൈഡ്രജൻ ആറ്റംസ് എന്ന് വിളിക്കും. അതേപോലെ ആ ടെർമിനൽ ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരേ പ്ലെയിനിൽ നിൽക്കുന്ന 4 ഹൈഡ്രജൻ നമ്മൾ എന്ത് വിളിക്കും? ടെർമിനൽ ഹൈഡ്രജൻ എന്ന് വിളിക്കും. ഇതല്ല സ്ട്രക്ചർ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ നമുക്ക് 1 2 3 4 ഈ 4 എണ്ണം എന്താണ്? അതേപോലെ ഈ 2 ബോറോണും ഈ 4 ഹൈഡ്രജനും ഒരേ പ്ലെയിനിലാണ്. ദെൻ ഇവനും ഇതാണ് എന്ത്? ഒന്ന് എബവ് ദ പ്ലെയിൻ, മറ്റത് ബിലോ ദ പ്ലെയിൻ. ഓക്കെ. ഇവരെ നമ്മൾ എന്ത് വിളിക്കും? ബ്രിഡ്ജ് ഹൈഡ്രജൻ ആറ്റംസ്. ഞാൻ HB എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ. ബാക്കി 4 എണ്ണമോ ടെർമിനൽ ഹൈഡ്രജൻ, ഞാൻ HT എന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് നോക്കാം. The 4 terminal BH bonds are regular 2-centered 2-electron bonds. നമ്മുടെ പറഞ്ഞ 4 ഹൈഡ്രജൻസ് ഇല്ലേ ടെർമിനൽ ആയിട്ടുള്ള BH bonds, that are regular 2-centered 2-electron bond. നമുക്ക് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അത് പഠിച്ചു വെക്കണം. ടെർമിനൽ BH bonds are 2-centered 2-electron bonds. Then അതേസമയം ബ്രിഡ്ജ് ആയിട്ട് നിൽക്കുന്ന ഹൈഡ്രജൻ ഞാൻ കാണിച്ചെന്നുള്ള നേരത്തെ, അവർ എന്താണ്? 3-centered 2-electron bonds ആണ്. അതും പഠിച്ചു വെക്കണം. നമുക്കത് വ്യക്തമായിട്ട് അവിടെ കാണിച്ചു തരാം എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്നുള്ളത് കേട്ടോ.
ഇപ്പം ഇത് ബോറോണിൻ്റെ ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലാണ്. അപ്പോൾ നമുക്ക് 3 വേണ്ടേ. ഓക്കെ, ഞാൻ 3 കാണിച്ചിട്ടുണ്ട്. ഇത് ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ, ഇത് മറ്റൊന്ന്, ഇത് മറ്റൊന്ന്. എന്ന് വെച്ചാൽ ഇത് ലാർജ് ലോബാണ്, അതിൻ്റെ ചെറിയ ലോബ് ഇവിടെ കാണിച്ചു കേട്ടോ. ഓക്കെ, നമുക്ക് കെമിക്കൽ ബോണ്ടിങ് പഠിച്ചവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ദെൻ ഒരു നമ്മൾ എക്സ്ട്രാ ഒന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ എബവ് ആൻഡ് ബിലോ ദ പ്ലെയിനിൽ കാണിക്കുക. ഇനി എന്ത് ചെയ്യുന്നു, നമ്മൾ ഓരോ ബോറോണിൻ്റെയും 3 ഇലക്ട്രോൺസ് അല്ലേ ഉണ്ടാവുക വാലൻസിൽ, അത് ഞാൻ 3 കാണിച്ചിട്ടുണ്ട്. ഇനി അതേപോലെ മറ്റൊരു BH3 അപ്പുറത്തും ഉണ്ടാവില്ലേ, അവൻ്റെ കേസിലും സെയിം തന്നെ 3 ഇലക്ട്രോൺസ് വാലൻസിലുണ്ട്. അത് ഞാനിതാ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആര് വരണം, ഹൈഡ്രജൻ വരേണ്ട ബോണ്ട് ചെയ്യാൻ. ഹൈഡ്രജൻ്റെ ഓർബിറ്റൽ ഏതാ, 1s ആണ് അല്ലേ. അപ്പോൾ 1s ഓർബിറ്റൽ ഹൈഡ്രജൻ വന്നു, 1 ഇലക്ട്രോൺ ഹൈഡ്രജൻ കൊടുത്തു, അങ്ങനെ അവിടെ ഒരു BH ബോണ്ട് ഫോം ചെയ്തു. ദെൻ താഴെയും ഒരു BH ബോണ്ട് ഫോം ചെയ്തു. ദെൻ ഇപ്പുറത്തും ഒരു BH, താഴെയും ഒരു BH. അപ്പോൾ 4 ഫോം ചെയ്തു. ഈ 4 എന്താ വിളിക്കുക, ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ടെർമിനൽ BH ബോണ്ട്സ്. ഓക്കെ, ഇനി നമുക്ക് ഏത് ഫോം ചെയ്യണം, നമ്മുടെ ബ്രിഡ്ജ് ഹൈഡ്രജൻ ഫോം ചെയ്യണം അല്ലേ. അപ്പോൾ ബ്രിഡ്ജിന് വേണ്ടി വന്നു 1 ഇലക്ട്രോൺ അതാ. ഓക്കെ, ദെൻ താഴെയും അതേപോലെ തന്നെ വന്നു. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ ഒരു ബോണ്ട് BH ബോണ്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു ഹൈഡ്രജൻ ഒരു ബോറോൺ അല്ലേ ഉള്ളത്. അപ്പോൾ 2 സെൻറ്റർ ആണല്ലേ ഉള്ളത്. എത്ര ഇലക്ട്രോൺ ഉണ്ട് ഇവിടെ, 2 ഇലക്ട്രോൺസ് അല്ലേ ഉള്ളൂ. ഒന്ന് ബോറോണ്ടതും ഒന്ന് ഹൈഡ്രജൻ അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് വിളിക്കാം, 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട്. മനസ്സിലായല്ലോ. ഓക്കെ, അതേപോലെയാണ് ഇവിടെയും, അതേപോലെയാണ് ഇവിടെയും ഇവിടെയും. ഇനി ഈ കേസ് നിങ്ങൾ നോക്കി നോക്കൂ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 2 3. അപ്പോൾ ഒരു സെൻറ്റർ, സെക്കൻഡ് സെൻറ്റർ, തേർഡ് സെൻറ്റർ, 3 സെൻറ്റേഴ്സ് ഉണ്ട് ഇവിടെ. എന്നാലോ എത്ര ഇലക്ട്രോൺ ഉണ്ട്, 1 2 രണ്ടെണ്ണേ ഉള്ളൂ. അത് നമ്മൾ എന്ത് വിളിച്ചത്, 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് എന്ന് വിളിച്ചത്. കാര്യം മനസ്സിലായോ. ഓക്കെ, അപ്പോൾ BHB ബോണ്ട് എന്ന് പറയുന്നത് ടെർമിനൽ BHB ബോണ്ട് എന്താണ്, സോറി ബ്രിഡ്ജിങ് BHB ബോണ്ട് എന്താണ്, 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് ആണെന്ന് പറയാനുള്ള കാരണവും നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാ 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട്, 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട്. ഓക്കെ, ദെൻ 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട്സ് നമ്മൾ മറ്റൊരു പേരും വിളിക്കാറുണ്ട്, ബനാന ബോണ്ട്സ്. അത് ഓർത്ത് വെക്കണം. എന്ത് പേരാ വിളിക്കുക, ബനാന ബോണ്ട്സ്. അത് NCERT-യിലുള്ള പേരാണ്. അല്ലെങ്കിൽ നമ്മൾ ടൗ ബോണ്ട്സ് എന്ന് വിളിക്കാറുണ്ട്. അത് നിങ്ങൾ NCERT-യിൽ ഇല്ല. ഓക്കെ, മറ്റൊരു പേരെന്താണ്, sp3 ബോണ്ട് എന്നാണ്. കാരണം ബോറോണിൻ്റെ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ, ദെൻ ഹൈഡ്രജൻ്റെ s ഓർബിറ്റൽ, വീണ്ടും തൊട്ടടുത്തുള്ള ബോറോണിൻ്റെ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. അതങ്ങനെ കാണിക്കാൻ കാരണം കേട്ടോ. ഓക്കെ, ദെൻ അതിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചത്. കറക്റ്റായിട്ടുള്ള അതിൻ്റെ ബോണ്ട് ആംഗിൾസും ബോണ്ട് ലെങ്ത്തും ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അത് ഓർത്ത് വയ്ക്കൽ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഏതായാലും നമ്മൾ സ്ട്രക്ചർ പറഞ്ഞത് മാത്രം കേട്ടോ. ഓക്കെ, ഇനി ഡൈബറിൻ്റെ യൂസുകളാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ കാറ്റലിസ്റ്റ് ഇൻ പോളിമറൈസേഷൻ റിയാക്ഷൻസ്. ഓക്കെ, അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. അതേപോലെ തന്നെ ഓർഗാനിക് റിയാക്ഷൻസിൽ റെഡ്യൂസിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഹൈ എനർജി ഫ്യൂവൽസ് ആൻഡ് പ്രൊപ്പല്ലൻസ്. ഇപ്പോൾ ഈ റോക്കറ്റിലൊക്കെ പ്രൊപ്പല്ലൻസ് ആയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡൈബറിൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രിപ്പയറിങ് ഹൈഡ്രോ കാർബൺസ്, ആൽക്കഹോൾസ്, കീറ്റോൺസ്, ആസിഡ്സ് ത്രൂ ഹൈഡ്രോബൊറേഷൻ മെത്തേഡ്. ഹൈഡ്രോബൊറേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞ റിയാക്ഷൻ ഉണ്ട് നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ +2 പഠിക്കാനുണ്ട് കേട്ടോ. അപ്പം അവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കും, എങ്ങനെയൊക്കെയാണ് ഹൈഡ്രോ കാർബൺസും ആൽക്കഹോൾസും കീറ്റോൺസും ആസിഡ്സും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ബൈ യൂസിങ് ഡൈബറിൻ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, +2 പഠിക്കാനുണ്ട് റിയാക്ഷൻ കേട്ടോ. ദെൻ യൂസസ് ഓഫ് ബോറോൺ ആൻഡ് അലുമിനിയം. അപ്പം നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞു, ഇപ്പം ഡൈബൊറൈൻ എന്ന് പറയുന്ന എലിമെൻറ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. കുറച്ചൊക്കെ എക്സ്ട്രാ കാര്യങ്ങളും ഞാൻ ചേർത്ത് പറഞ്ഞിട്ടുണ്ട് അതിൽ. അപ്പം നിങ്ങൾ NCERT സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിക്കുക കേട്ടോ ഇപ്പോൾ. അപ്പം നമ്മൾ ഇനി ലാസ്റ്റ് പാർട്ടാണ് 13th ഗ്രൂപ്പിൻ്റെ യൂസസ് ഓഫ് ബോറോൺ ആൻഡ് അലുമിനിയം. നമ്മൾ ബോറോണിൻ്റെ യൂസ് ആദ്യം നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടത് എന്താണ്, ഇത് ബോറോണിൻ്റെ ഫൈബേഴ്സ് ആണ് കേട്ടോ നിങ്ങൾ കണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കാം. ബോറോൺ ഫൈബേഴ്സ് ഹാവ് എനോമസ് ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് ഹെൻസ് ആർ യൂസ്ഡ് ടു മേക്ക് ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ്സ് ആൻഡ് ലൈറ്റ് കമ്പോസിറ്റ് മെറ്റീരിയൽ ഫോർ എയർക്രാഫ്റ്റ്. അപ്പോൾ നമ്മൾ ബോറോണിൻ്റെ ഫൈബേഴ്സ് നല്ല ടെൻസൈൽ സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽസ് ആണ്. സോ അത് നമ്മൾ എന്ത് യൂസ് ചെയ്യും, ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള വെസ്റ്റ്സ് എന്ന് വെച്ചാൽ ഈ പട്ടാളക്കാർ ആർമിയിലൊക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്യും, അവർ ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യും, അത് യൂസ് ചെയ്യാറുണ്ട്.
ബോറോൺ ഫൈബേഴ്സ്. അതേപോലെ തന്നെ എയർക്രാഫ്റ്റിനും ലൈറ്റ് കോമ്പോസിറ്റ് ആയിട്ടുള്ള വെയിറ്റ് കുറഞ്ഞ മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ ഇതാ നിങ്ങൾ നോക്കൂ, ഇത്തരത്തിൽ ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ളത് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യാറുണ്ട്? ബോറോൺ ഫൈബേഴ്സ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, then borax and boric acids are used in the manufacture of heat resistant glasses. നമ്മൾ നേരത്തെ കണ്ടിരുന്നു. Then next, boron 10 isotope is used in the nuclear industry as control rods. കൺട്രോൾ റോഡുകളായിട്ട് ബോറോൺ 10 ഐസോട്ടോപ്പുകളെ നമ്മൾ ന്യൂക്ലിയർ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ കൺട്രോൾ റോഡ്സിനെ കുറിച്ച് നിങ്ങൾക്ക് +2 ഫിസിക്സിനകത്ത് അവിടെ പറയുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. ബോറോൺ 10. അപ്പോൾ അതാണ് നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. Okay, next, boron is also used in steel industry for increasing the hardness of steel. സ്റ്റീലിൻ്റെ ഹാർഡ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബോറോൺ എന്ത് ചെയ്യാറുണ്ട്? സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാറുണ്ട്. Then അലുമിനിയത്തിൻ്റെ യൂസ്. അലുമിനിയം is used for making household utensils, ട്രേസ്, ഫ്രെയിംസ്, അല്ലേ, പോട്ട്സ്. ഇതൊക്കെ നിങ്ങൾ നോക്കൂ, നമ്മൾക്ക് നല്ല പരിചയമുള്ള, നമ്മൾ ദിവസവും കാണുന്ന സാധനങ്ങളാണ്. ഓക്കെ, then it is used for making electrical cables. ഇലക്ട്രിക്കൽ കേബിൾസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെയുള്ള ലൈനുകളൊക്കെ, അല്ലേ, ഇലക്ട്രിക്കൽ ലൈൻസ് ഒക്കെ എന്താണ്? അലുമിനിയം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇൻ ദ ഫോം ഓഫ് ഫോയിൽസ് ഫോർ റാപ്പിംഗ് സിഗരറ്റ്സ്, ചോക്ലേറ്റ്സ്, ഫുഡ് ഐറ്റംസ്, അല്ലേ, അതൊക്കെ നമ്മൾ കാണാറുണ്ട്. അലുമിനിയം ഫോയിലായിട്ട് അതിനെ കൊണ്ട് എന്ത് ചെയ്യും? കവർ ചെയ്യാറുണ്ട്. നമ്മൾ എത്ര വിലപിടിപ്പുള്ള നല്ല ചോക്ലേറ്റ് വാങ്ങിക്കഴിഞ്ഞാലും അതൊക്കെ എന്തായിരിക്കും? ഉള്ളിൽ നല്ല പോലെ റാപ്പ് ചെയ്തിട്ടുണ്ടാകും ബൈ യൂസിങ് aluminum foils. Okay, then next, it is used for making alloys which are used in making parts of aircrafts, automobiles and speedboats. ഇപ്പോൾ സ്പീഡ് ബോട്ടുകൾ, ഓട്ടോമൊബൈൽസ്, എയർക്രാഫ്റ്റ്, ഇതിൻ്റെ ഒക്കെ മെഷീൻ പാർട്സ് ഉണ്ടാക്കാനൊക്കെ വേണ്ടി എന്ത് ചെയ്യാറുണ്ട്? അലുമിനിയം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ അലോയ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, then it is used as a deoxidizer for removing blowholes in metallurgy. മെറ്റലർജിയിൽ ബ്ലോ ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ അലുമിനിയം യൂസ് ചെയ്യാറുണ്ട് ആസ് എ ഡീഓക്സിഡൈസർ. ഓക്കെ, and it is used in the thermite process for extraction of iron, chromium, manganese. തെർമൈറ്റ് പ്രോസസ്സിൽ നമ്മൾ അയേൺ, ക്രോമിയം, മാംഗനീസ് പോലുള്ള ആൾക്കാരുടെ എക്സ്ട്രാക്ഷന് വേണ്ടി അലുമിനിയം യൂസ് ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്ക് +2 മെറ്റലർജി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ കെമിക്കൽ പ്ലാന്റ്സ് ഫോർ ആൻഡ് ഫോർ ട്രാൻസ്പോർട്ടിംഗ് നൈട്രിക് ആസിഡ് സിൻസ് ഇറ്റ് ഇസ് നോട്ട് അറ്റാക്ഡ് ബൈ നൈട്രിക് ആസിഡ്. അപ്പോൾ നമ്മൾ കെമിക്കൽ പ്ലാന്റുകളിലും അതേപോലെ തന്നെ നൈട്രിക് ആസിഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് യൂസ് ചെയ്യും? അലുമിനിയം യൂസ് ചെയ്യും. കാരണം ഈ നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ പോലും അത് അലുമിനിയത്തിന് എന്ത് ചെയ്യില്ല? അറ്റാക്ക് ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? അലുമിനിയത്തിൻ്റെ ടാങ്ക് യൂസ് ചെയ്യും നൈട്രിക് ആസിഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പെയിൻറ്റിംഗ് അയൺ സർഫസസ് ഇൻ ദ പ്ലേസ് ഓഫ് ടിൻ ആൻഡ് സിങ്ക്. ടിന്നിൻ്റെയും സിങ്കിൻ്റെയും സ്ഥാനത്ത് നമ്മൾ ഇത്തരത്തിൽ നമ്മൾ ഒരുപാട് കാണാറുണ്ട് മെഷീൻ പാർട്സ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? അലുമിനിയം കൊണ്ട് പെയിൻറ്റ് ചെയ്യും, സിങ്കിനും ടിന്നിനൊക്കെ പകരമായിട്ട്. പിന്നെയോ അലുമിനിയം പൗഡർ പ്ലസ് അമോണിയം നൈട്രേറ്റ്, അതിൻ്റെ മിക്സിനെ വിളിക്കുന്ന പേരാണെന്ത്? അമോണാൽ. NCERT ഇല്ല, ഞാൻ ചുമ്മാ പറഞ്ഞു മാത്രം. ദെൻ ഇറ്റ് ഈസ് ആൻ എക്സ്പ്ലോസീവ് കോമ്പൗണ്ട്. ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ട് ആയിട്ട് നമുക്ക് ആരെ കാണാം? അലുമിനിയത്തിനെ കാണാൻ വേണ്ടി പറ്റും. ദെൻ അലുമിനിയത്തിൻ്റെ അലോയ്സ് ഓഫ് അലുമിനിയം ആർ ലൈറ്റ്, വെയിറ്റ് വളരെ കുറവായിരിക്കും, നല്ല സ്ട്രോങ് ആയിരിക്കും, ആൻഡ് പോസസ് ഹൈ മെക്കാനിക്കൽ ആൻഡ് ടെൻസൈൽ സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് അലോയികളുണ്ട് അലുമിനിയത്തിൻ്റെ കേസിൽ, വളരെ കുറച്ചെണ്ണവും അതേപോലെ അതിലുള്ള ആളുകളുടെ കോമ്പോസിഷനും ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പം അലുമിനിയം ബ്രോൺസ് എന്ന് പറയുന്ന ഒരു അലോയ് ഉണ്ട്. അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10% അലുമിനിയവും 90% കോപ്പറൊക്കെയാണ് ഉണ്ടാവുക. അതെന്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുക? കോയിൻസ് ഉണ്ടാക്കാൻ, യൂട്ടൻസിൽസ് ഉണ്ടാക്കാൻ, ജ്വല്ലറീസ് ഉണ്ടാക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ ആളുകളെ യൂസ് ചെയ്യാറുണ്ട്. ആരെ? അലുമിനിയം ബ്രോൺസിനെ യൂസ് ചെയ്യാറുണ്ട്. ഇനി നെക്സ്റ്റ്, മഗ്നാലിയം എന്ന് പറയുന്ന ഒരു അലോയിയാണ്. അയാളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 90% അലുമിനിയവും 10% മഗ്നീഷ്യമാണ് ഉണ്ടാവുക. ബാലൻസ് ബീംസും അതേപോലെ മെഷീനറി, ഇതാണ് ബാലൻസ് ബീംസ്. ഓക്കെ, അതുണ്ടാക്കാൻ അതേപോലെ മെഷീനറി ഉണ്ടാക്കാനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? മാഗ്നാലിയം യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് അലോയ് എന്ന് പറയുന്നത് ഡ്യൂറാലുമിൻ ആണ്. അതിൽ 95% അലുമിനിയം, 1% മഗ്നീഷ്യം, 3% കോപ്പർ, 1% മാംഗനീസ്. എന്തിനൊക്കെ യൂസ് ചെയ്യുക? എയ്റോപ്ലെയിൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ഓട്ടോമൊബൈൽ പാർട്സ് ഉണ്ടാക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യും?
ഡ്യൂറാലുമിൻ യൂസ് ചെയ്യും. നെക്സ്റ്റ് അലോയ് ആണ് അൽനിക്കോ. അതെങ്ങനെയാണ് വന്നത് ആ പേര്? അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്. ഓക്കെ, അങ്ങനെയാണ് ആ പേര് കേട്ടോ, അൽനിക്കോ. നിങ്ങൾ നോക്കൂ, 20% ഈച്ച് ഓഫ് അലുമിനിയം ആൻഡ് നിക്കൽ, 10% കൊബാൾട്ട്, 50% അയോൺ. അത് നമ്മൾ പെർമനൻ്റ് ആയിട്ടുള്ള മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യാറുള്ളത്? അൽനിക്കോ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ +2 മെറ്റലർജി എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനിൽ പറയുന്നുണ്ട് കേട്ടോ, കുറച്ച് കാര്യങ്ങളൊക്കെ. ഓക്കെ, ദെൻ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ അലുമിനിയം എന്ന് പറയുന്ന ആളുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള പേർപ്പസിൻ്റെ യൂസുകൾ അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പരമാവധി കുറച്ചിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം അൽസൈമേഴ്സ് എന്ന് പറയുന്നൊരു രോഗമുണ്ട്, എല്ലാം മറന്നു പോകുന്നൊരു അസുഖം. അങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ കാരണക്കാരനാണ് എന്ന് പഠനങ്ങളിലൂടെ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ അലുമിനിയത്തിൻ്റെ ഹൗസ് ഹോൾഡ് പർപ്പസുകൾ പരമാവധി കുറയ്ക്കണം, അല്ലെങ്കിൽ കുറച്ചിട്ടുണ്ട് നമ്മൾ നിലവിൽ. അപ്പോൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള പർപ്പസുകൾക്ക് നമ്മൾ വളരെ കുറച്ച് യൂസ് ചെയ്യാറുള്ളൂ അലുമിനിയം. ഓക്കെ, അത് കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് പതിയെ പതിയെ നമ്മുടെ ബോഡിയിൽ അലുമിനിയം അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് നമുക്ക് അൽസൈമേഴ്സ് എന്ന് പറയുന്ന രോഗത്തിന് കാരണക്കാരനാകുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയാണ് നമ്മുടെ ഗ്രൂപ്പ് 13 എലമെൻസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് 13 കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മുടെ ഹാഫ് ഓഫ് പോർഷൻ അല്ലെങ്കിൽ 50% ഓഫ് ദ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് 6th പാർട്ട് ഓൺവേർഡ്സ് നമുക്ക് ഗ്രൂപ്പ് 14 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.